ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എംഎസ് സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം മഞ്ജു സാറാണ്. സോ നമ്മുടെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം, ഈ ചാപ്റ്റർ അടിപൊളി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോ സാറേ, എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ? അനലൈസ് ദ ഗിവൺ സ്ട്രക്ചർ. നമുക്ക് എപ്പോഴും മാറുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചർ തന്നിട്ട് പേര് കൊടുക്കാൻ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു കാര്യം. അത് ഇതോടെ നമ്മൾ സെറ്റ് ആക്കാൻ പോകുക കേട്ടോ. സോ ഇവിടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് സാറേ. അതിമൊന്നൊരു 3 ക്വസ്റ്റ്യൻസും കിഡിലൻ ക്വസ്റ്റ്യൻസാ നോക്കാം. സോ റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പേര് കൊടുക്കുമ്പോൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തണം, പിന്നെ റിമൈനിങ് ആയിട്ട് ആരെങ്കിലും വന്നാൽ ബ്രാഞ്ച്, ശാഖ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചു ചോദിച്ചോ, ഇതിൽ ലോങ്സ്റ്റ് ചെയിൻ ഏതാ കണ്ടെത്തണം. സോ നമ്മൾ എപ്പോഴും 1, 2, 3, 4. സാറേ ഇതല്ലേ ലോങ്സ്റ്റ് ചെയിൻ? അല്ല, ഏറ്റവും കൂടുതൽ കാർബൺ വരുന്നുണ്ടോ നോക്കുക. അപ്പൊ 4 സാറേ വരുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും വേണ്ട നോക്കടാ. സിമ്പിൾ ആണ് സാർ. താഴെ നിന്ന് നോക്കാം. 1, 2, 3, 4, 5. അപ്പൊ ടോട്ടൽ 5 കാർബൺ വന്നു. അതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മെയിൻ ചെയിൻ നമുക്ക് കിട്ടി സാറേ. ഇനി നമുക്ക് എന്താക്കാനും വേണ്ടി വരിക? ബാക്കിയുള്ള 2 ആൾക്കാർ അപ്പൊ ആരായി? ബ്രാഞ്ച് ആയി, നമുക്ക് ശാഖയായിട്ട് കിട്ടി. ക്ലിയർ? അപ്പൊ പ്രധാന ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് ചോദിച്ചത്? 1, 2, 3, 4, 5. 5 കാർബൺ ആണ് പ്രധാന ചെയിനിൽ അഥവാ നമ്മുടെ മെയിൻ ചെയിനിലുള്ളത്, ലോങ്സ്റ്റ് ചെയിനിലുള്ളത്. കിട്ടി? ക്ലിയർ? ഇനി സാറേ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ദ മീഥൈൽ ഗ്രൂപ്പ് ആർ അറ്റാച്ച്ഡ്? അതായത് നമ്മുടെ ബ്രാഞ്ച് ബന്ധിപ്പിച്ചിട്ടുള്ള കാർബണിന്റെ അഥവാ മെയിൻ ചെയിനിലെ കാർബണിന്റെ പൊസിഷൻ നമ്പർ, സ്ഥാനസംഖ്യ എഴുതാന ചെങ്ങന്മാരെ പറഞ്ഞത്. എടാ നോക്കടാ, ഇവിടെയല്ലേ ഇതാണ് ബ്രാഞ്ച്. ഈ 2 ബ്രാഞ്ചും കണക്ട് ചെയ്തിരിക്കുന്ന ഏത് കാർബണിലാ? ഈ ഒരു കാർബണിലാ. ഈ കാർബണിന്റെ പൊസിഷൻ നമ്പർ നോക്കാം. 1, 2, 3, 4, 5. സാറേ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് 3 എന്ന് കിട്ടി. ഇനി ഇവിടുന്ന് 1, 2, 3, 4, 5. എങ്ങനെ ഉണ്ടെങ്കിലും സാറേ പൊസിഷൻ നമ്പർ 3 ആണ്. സോ ഒന്നും നോക്കണ്ട, പൊസിഷൻ നമ്പർ 3 കൊടുക്കാം. ഇനി സാറേ എന്താ പേര്? IUPAC നെയിം. ഇവന്റെ IUPAC നെയിം എഴുതാനാ പറഞ്ഞത്. സോ ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ എഴുതും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാർബണിൽ 2 ബ്രാഞ്ചുകൾ വന്നാൽ, നോട്ട് ദ പോയിന്റ്, ശ്രദ്ധിക്കണേ. ഒരു കാർബണിൽ 2 ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ പൊസിഷൻ നമ്പർ മസ്റ്റ് ബി റിപ്പീറ്റഡ്. പൊസിഷൻ നമ്പർ ആവർത്തിച്ച് എഴുതാം. അപ്പൊ സാറേ 3 ആയിരുന്നു പൊസിഷൻ നമ്പർ, അത് വീണ്ടും എഴുതുന്നു. അപ്പൊ 3,3 ഹൈഫൺ. ഒരേപോലെ 2 മീഥൈൽ വന്നില്ലേ? ഈ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. സാറേ ഈ ബ്രാഞ്ചിന്റെ പേരോ? ഈ ബ്രാഞ്ചിന്റെ പേരും മീഥൈൽ എന്ന് തന്നെയാണ്. സോ 2 മീഥൈൽ വന്നാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഡൈ. അപ്പൊ ഡൈ മീഥൈൽ. ഇനി സാറേ ടോട്ടൽ 5 കാർബൺ ആണ്. 5 കാർബണും സിംഗിൾ ബോണ്ടിനെയും നമ്മൾ പറയുന്ന പേര് പെന്റെയിൻ എന്നാണ്. വായിച്ചോളി. 3,3 ഹൈഫൺ ഡൈ മീഥൈൽ പെന്റെയിൻ. ക്ലിയർ? അടിപൊളി ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. സോ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തി, ബ്രാഞ്ച് കണ്ടെത്തി, പൊസിഷൻ നമ്പർ കണ്ടെത്തി, പിന്നെ പേരും കൊടുത്തു. 3 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. ഇത് കിട്ടൂലേ? ക്ലിയർ ആണല്ലോ സാർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരി. അടിപൊളി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ എന്താണ് സാറേ സാച്ചുറേറ്റഡ്? ഓർമ്മ ഉണ്ടാവണം. പൂരിത ഓർഗാനിക് സംയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട്, 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് മാത്രം വരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ്. അപ്പൊ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ എന്താ പറയാ സാറേ? അൺസാച്ചുറേറ്റഡ് അഥവാ അപൂരിതം എന്നാ പറയാ. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ സിംഗിൾ ബോണ്ട്. ദ ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് എ 4 കാർബൺ ആറ്റം ഇസ് ദ മെയിൻ ചെയിൻ. പ്രധാന ചെയിനിൽ 4 കാർബൺ ഉണ്ട്. 1, 2, 3, 4. സിംഗിൾ ബോണ്ട് ആണ് എന്നും പറഞ്ഞു. ഓക്കെ, റെഡി സാർ? ഇനി and the 2 methyl group is the second carbon atom. രണ്ടാമത്തെ കാർബണിൽ നമ്പർ കൊടുക്കുകയാണ് ജസ്റ്റ് 1, 2, 3, 4. രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ. അപ്പൊ ഒരു മീഥൈൽ ഇവിടെ കൊടുത്തു, രണ്ടാമത്തെ മീഥൈൽ ഇവിടെയും കൊടുത്തു. ഇതാണ് മക്കളെ ഇങ്ങോട്ട് വരക്കാൻ പറഞ്ഞ സ്ട്രക്ചർ. അപ്പൊ പൊസിഷൻ നമ്പർ രണ്ടാമത്തെ കാർബണിൽ ഒരു മേളിൽ ഒരു മീഥൈൽ ഉണ്ട്, താഴെ ഒരു മീഥൈൽ ഉണ്ട്. അപ്പൊ 2 മീഥൈലായി, കുഴപ്പമില്ല. ഇനി നോക്കാം ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. എഴുതാ സാറേ ഇവിടെ CH3, ലാസ്റ്റോ ഇവിടെയും CH3, ഇവിടെയോ CH2. അപ്പൊ സാറേ ഇവിടെ ഹൈഡ്രജൻ കൊടുക്കണോ? കൊടുക്കണ്ട. കാരണം എന്താ അറിയോ? ഒരു കാർബണിന് 4 ലെക്സേ, 4 കാലേ, 4 വരെയേ വരക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ടാമത്തെ കാർബൺ നോക്കേ, 1, 2, 3, 4. ഓൾറെഡി 4 എണ്ണായി. അപ്പൊ ഇനി ഇവിടെ ഹൈഡ്രജൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഹൈഡ്രജൻ കൊടുത്താൽ അത് 5 കാലാവും, പറ്റൂല. അപ്പൊ അത് ക്ലിയർ ആൻസർ. ഇതാണ് സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ തന്മാത്രാ സൂത്രവും IUPAC നെയിം, മോളിക്യുലാർ ഫോർമുല എഴുതണം, IUPAC നെയിം എഴുതണം. സോ മോളിക്യുലാർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ, ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കാം. സോ ടോട്ടൽ എത്ര കാർബണാ സാർ? 1, 2,
3 4 5 6 6 കാർബൺ. അപ്പൊ നമ്മൾ എന്താ പറയാ C6 എന്ന് പറയും. ഇനി ഹൈഡ്രജൻ നോക്കി നോക്കാം. 3 3 6 6 3 9 9 3 12 12 2 14 C6H14 എന്ന് വരും. സോ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ കാർബൺ ആറ്റത്തിന്റെ ഡബിൾ കൂട്ടുക, ഡബിളിന്റെ കൂടെ 2 കൂട്ടിയാൽ മതി. CN ആണെങ്കിൽ H2N+2 എന്ന് എഴുതിയാൽ ഉത്തരം കിട്ടും. സോ വെരി ക്ലിയർ. അപ്പൊ സാർ മോളിക്കുലർ ഫോർമുല എഴുതി. ഇനി IUPAC നെയിം ആണ്, ഇവന്റെ പേര് എഴുതണം. പേര് എഴുതാലോ. എത്രാമത്തെ കാർബണിലാ? രണ്ടാമത്തെ കാർബണിലാണ്. സോ 2 ബ്രാഞ്ച് വന്നിക്കണ്. അപ്പൊ നമ്മൾ പൊസിഷൻ നമ്പർ ആവർത്തിച്ച് എഴുതുന്നു. 2,2 ഹൈഫൺ 2 മീഥൈലിനെ നമ്മൾ പറയുന്ന പേര് ഡൈമീഥൈൽ. എഴുതടാ. ഓക്കെ, അപ്പൊ 2,2 ഹൈഫൺ ഡൈമീഥൈൽ. ടോട്ടൽ എത്ര കാർബൺ ഉണ്ടായിരുന്നു സാറേ? 4 കാർബൺ ആണ് മെയിൻ ചെയിനിൽ. അപ്പൊ പേരെന്താ വരിക? ബ്യൂട്ടിന്റെ കൂടെ സിംഗിൾ ബോണ്ട് പറയടാ, ബ്യൂട്ടൈൻ. അപ്പൊ 2,2 ഹൈഫൺ ഡൈമീഥൈൽ. എന്തിനാ സാർ ഡൈ ചേർത്ത് കൊടുത്തത്? 2 വന്നത് കൊണ്ട്. ആരാ? മീഥൈൽ, ശാഖ, ബ്രാഞ്ചാ. ഇനി ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. അപ്പൊ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? അത് മെയിൻ ചെയിൻ ആണ്. അങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് തന്നെ ചെയ്താൽ പരിപാടി തീർന്നു. ക്ലിയർ സർ, ക്വസ്റ്റ്യൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാ തന്നിരിക്കുന്ന സംയുക്തത്തിന്റെ IUPAC നെയിം. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. സോ 1 2 3 3 കാർബൺ ഉണ്ട് സാർ. അപ്പൊ ടോട്ടല് നമ്മൾ രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച്. അപ്പൊ 2, നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളൂ കേട്ടോ. 2,2 ഹൈഫൺ 2 മീഥൈൽ ആയതുകൊണ്ട് ഡൈമീഥൈൽ. 2,2 ഹൈഫൺ ഡൈമീഥൈൽ. 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പെയിൻ. ഓക്കെ, അത് നമ്മൾ വല്ലാണ്ട് സമയം കളയണ്ട, കാരണം നമ്മൾ എന്ത് ചെയ്തു? അതിന് മുന്നേ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ അത് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതാണ്. സോ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയത് കേട്ടോ. 2,2 ഹൈഫൺ ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. സർ സെറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ ഗ്രൂപ്പ് നമ്മൾ സെറ്റ് ആക്കി, അവന്റെ നെയിമും പഠിച്ചു. സോ അതൊന്ന് നോക്കിയിട്ട് പോകാം നമുക്ക്. റെഡി സർ, നോക്കാം. സോ CO എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പിനെ പറയുന്ന പേരെന്താടാ? കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്താ പറയാ? കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അവരറിയപ്പെടുന്ന പേരെന്താണ്? കീറ്റോ. അപ്പൊ കീറ്റോണുകൾ എന്ന് പറഞ്ഞാൽ കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ്. റെഡി. ഇനി OH എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ ആരും തെറ്റിക്കൂല, ആദ്യം പഠിക്കുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് ഹൈഡ്രോക്സിൽ. സോ ഹൈഡ്രോക്സിൽ വന്നാൽ നമ്മൾ ചേർത്ത് കൊടുക്കണം ഓള്. ആരെ ഓളെ? OHന്റെ ഓളെ ചേർത്ത് കൊടുക്കാം. അവരെ അറിയപ്പെടുന്ന പേരാണ് ആൽക്കഹോൾസ്. ക്ലിയർ സർ. ഇനി CHO എന്ന് പറഞ്ഞാൽ ആരാടാ? ആൽഡിഹൈഡ് ആണ്. സോ അവർക്ക് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആൽക്കനാൽ എന്നാണ് പേര് കൊടുക്കുക. ഏറ്റവും അവസാനം AL. റെഡി. ഇനി COOH ആണെങ്കിലോ അത് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. അവരെ അറിയപ്പെടുന്ന പേര് ആസിഡുകൾ എന്നാണ്, അല്ലെങ്കിൽ കാർബോസിലിക് ആസിഡുകൾ എന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സെറ്റ് ആണ് സർ, കുഴപ്പമില്ല. റെഡി. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം സാർ. ചുവടെ തന്നിരിക്കുന്ന സംയുക്തത്തിന്റെ ഘടന പരിശോധിക്കുക, സ്ട്രക്ചർ പരിശോധിച്ച് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, റെഡി. സ്ട്രക്ചർ ഫസ്റ്റ് നോക്കുകയാണെ. 1 2 3 4 കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് എത്രാമത്തെ കാർബണില? 1 2 3 4. എത്രാമത്തെ കാർബണില ഡബിൾ ബോണ്ട്? ഒന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് കിടക്കുന്നത്. കിട്ടിയല്ലോ. രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ കാർബണിലാണ് നമ്മളെ ഡബിൾ ബോണ്ട് കിടക്കുന്നത് എന്ന് എൻ്റെ മക്കൾക്ക് ഓർമ്മ വേണം കേട്ടോ. സോ ഇനി നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദ കോമ്പൗണ്ട്? വേർഡ് റൂട്ട് അഥവാ പദമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? സോ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. 4 കാർബൺ. 4 കാർബണിനെ നമ്മൾ പറയുന്ന പേരെന്താ? ബ്യൂട്ട്. ഇതാണ് വേർഡ് റൂട്ട് അഥവാ പദമൂലം എന്ന് പറഞ്ഞാൽ. മീത്ത് ഈത്ത് പ്രൊപ്പ എന്ന് പറയൂല, അതേ സാധനം തന്നെ. ഇനി നിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ എഴുതുക. എത്രാമത്തെ കാർബണില ഡബിൾ ബോണ്ട്? ഒന്നാമത്തെ കാർബണിലാണ്. പൊസിഷൻ നമ്പർ 1 ആണ്. റെഡി. ഇനി IUPAC നെയിം എഴുതാം. സോ 4 കാർബൺ ആകുമ്പോൾ നമ്മൾ അവനെ പറയുന്നു ബ്യൂട്ട് ഹൈഫൺ. ഒന്നാമത്തെ കാർബൺ ആകുമ്പോൾ പൊസിഷൻ നമ്പർ 1. ഡബിൾ ബോണ്ട് ആകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ENE എന്നാണ്. സാറേ അപ്പൊ പേരെന്താ വരിക? ഇനിയിപ്പോ 1 ആയത് കൊണ്ട് നമ്മൾ ശരിക്കും പൊസിഷൻ നമ്പർ പറയാതെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലേ. ബ്യൂട്ട് ഹൈഫൺ 1 ഹൈഫൺ ENE. എപ്പോഴും ഇങ്ങനെ പഠിക്കാണ് സുഖം കേട്ടോ. എപ്പോഴും ഇതാണ് നല്ല മെത്തേഡ്. സോ ബ്യൂട്ട് ഹൈഫൺ 1 ഹൈഫൺ ENE. സാറേ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പേര് വരിക? YNE എന്ന് വരും, അഥവാ അയിൻ എന്ന് വരും. അതാണ് മാറ്റം. സെറ്റ് അല്ലേ? ബുദ്ധിമുട്ടില്ല. ക്ലിയർ. സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നോക്കി പോയാലോ. എന്നാ പിടിച്ചൊരു ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഫോളോവിംഗ് ഹൈഡ്രോ കാർബൺ. 2 ഹൈഡ്രോ കാർബൺ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദർ നെയിംസ്. ഇവന്റെ നെയിം ഏതാണ്? ഫസ്റ്റ് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം. ഇത് ട്രിപ്പിൾ ബോണ്ട് ആണ്, ഇവിടെയും ട്രിപ്പിൾ ബോണ്ടാ. സോ 1 2 3 4.
1 2 3 4. സോ ഒന്നാമത്തെ കേസ് എ എന്ന് പറഞ്ഞ കേസും ബി എന്ന് പറഞ്ഞ കേസും. എ കേസിൽ ടോട്ടൽ 4 കാർബൺ. സോ അവന്റെ പേര് വരിക ബ്യൂട്ട് ഹൈഫൺ. ഒന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്, അപ്പൊ ബ്യൂട്ട് ഹൈഫൺ 1 ഹൈഫൺ ഈൻ. രണ്ടാമത്തെ കേസ് വന്നപ്പോൾ അവന്റെ എണ്ണം മാറിയിട്ടുണ്ട് സാർ, രണ്ടാമത്തെ കാർബണിലാണ് വന്നിട്ടുള്ളത്, അപ്പൊ ബ്യൂട്ട് ഹൈഫൺ 2 ഹൈഫൺ ഈൻ. സോ എന്താണ് ഇവിടുത്തെ ഡിഫറൻസ്? രണ്ടാൾക്കാരതിലെ കാർബണിന്റെ എണ്ണം സെയിം ആണ്, ട്രിപ്പിൾ ബോണ്ടും സെയിം ആണ്. സോ ഇവിടെ ആരാ മാറിയത്? 1 എന്നുള്ളത് 2 ആയി മാറി. സോ സ്ഥാനസംഖ്യ അഥവാ പൊസിഷൻ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പൊസിഷൻ നമ്പർ മാറിയിട്ടുണ്ട്. സോ പൊസിഷൻ നമ്പർ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതോ ഒരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ, ഏതോ ഒരു ഐസോമറിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. സെയിം മോളിക്യുലർ ഫോർമുല, സെയിം ഫംഗ്ഷണൽ ഗ്രൂപ്പ്, ബട്ട് ഡിഫറെന്റ് പൊസിഷൻ നമ്പർ ഓഫ് ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പറയുന്ന പേരായിരുന്നു പൊസിഷൻ ഐസോമർ. റെഡി ആണല്ലോ? അപ്പൊ അതുപോലെ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ടോ ഡബിൾ ബോണ്ടിന്റെയോ പൊസിഷൻ നമ്പർ മാറിക്കഴിഞ്ഞാലും അവരെ നമ്മൾ പറയുന്ന പേരാണ് പൊസിഷൻ ഐസോമർ. എന്താ പറയാ? പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? എന്താടാ? അപ്പൊ ഇവന്റെ പൊസിഷൻ നമ്പർ മാറിയിട്ടുണ്ട്, സോ അവനെ നമ്മൾ പറയുന്ന പേര് പൊസിഷൻ ഐസോമറിസം എന്നാണ് സാർ. ക്ലിയർ കൺസെപ്റ്റ്. അപ്പൊ മക്കളെ, ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ മാക്സിമം ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മള് കെമിസ്ട്രി ആണ്, സോ കെമിസ്ട്രി കുറച്ച് ഹാർഡ് ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റെ മക്കളെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ മൂന്നും ചെയ്ത് പഠിക്കണം ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിലും. സാർ ഇതൊക്കെ എവിടെന്നാ കിട്ടുക? എടാ അതിനാടാ നമ്മുടെ RMS ബാച്ച് ഉള്ളത്. സോ മെഗാ ഓഫറുമായിട്ട് MS സൊല്യൂഷൻസിന്റെ കൂടെ എന്റെ മക്കൾക്ക് പഠിക്കാം. സോ അതിനാണ് നമ്മുടെ RMS ബാച്ച് ഉള്ളത്. മെയിൻ ബാച്ചിൽ ജോയിൻ ചെയ്തോളി. എന്തൊക്കെ കിട്ടും സാർ? ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ്, ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസ്, ഒരു ചാപ്റ്ററിന്റെ മീഡിയം ലെവൽ, ഈസി ലെവൽ, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ സെറ്റാ. ഇതൊക്കെ ഏറ്റവും ടോപ്പ് ലെവൽ, നിങ്ങൾക്ക് ടോപ്പ് ലെവൽ ഫാക്കൽറ്റീസ് പറഞ്ഞു തരും. സോ അതുപോലെ തന്നെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുള്ളൂ. സോ ഓണം എക്സാം ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്. സോ എൻ്റെ മക്കൾ മാക്സിമം എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തോളാം. ഞങ്ങൾ നിങ്ങളെ സെറ്റ് ആക്കി തരും ഓരോ സബ്ജക്റ്റിലും. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക? ഒന്നില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ തൊട്ട് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. 7902 400 800 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? ഒന്ന് കോൺടാക്ട് ചെയ്യുക, സെറ്റ് ആക്കുക. സോ ജോയിൻ ചെയ്യുക. സോ ഇതുപോലത്തെ കെമിസ്ട്രി റിലേറ്റീവുമായി എല്ലാ വീഡിയോസിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇറ്റ്സ് മീ അൻജി ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ.